പിന്നെ എനിക്കറിയാലോ കളിനെ പറ്റി നമുക്ക് സംസാരിക്കാല്ല. ഇന്ന് ഇവിടെ അനീസിന്റെ വിധി നമ്മൾ മാറ്റി, അനീസിന്റെ അഹങ്കാരം നമ്മൾ മാറ്റിയില്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ നിന്ന് വടക്കോട്ട് വീട്ടുന്ന വെല്ലുവിളിയെ കുറിച്ച് എന്താണ് പറയുന്നത്? 4-5 കൂടുതലുണ്ടോ അശ്മിലെ നിങ്ങളൊക്കെ എന്നെക്കാട്ടിൽ 4-5 ഇതൊക്കെ ഉണ്ടാലോ. പ്രീമിയർ ലീഗ് അടിച്ച ആരെങ്കിലും പ്രീമിയർ ലീഗ് കപ്പ് അടിച്ച് നമ്മളോടാണ് വർത്താനം. റോയൽ ബ്ലൂ എഫ് സി ആരാണോ അല്ലേ? റോയൽ ബ്ലൂ എഫ് സി നാട്ടിലെ കണ്ടം കളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ല, നാട്ടിലെ ടർഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളിക്കാണ്ട് വീഡിയോ എടുക്കലാണ് എന്റെ പണി വെച്ചാൽ ചില്ലറ പണിയൊന്നല്ല. നല്ല വിമർശനങ്ങളൊക്കെ കേട്ട് കഷ്ടപ്പെട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. ആവേശകരമായ മാച്ച് ഇങ്ങനെ പുരോഗമിക്കാണ്. അപ്പൊ ഞങ്ങൾ 2 ഗോളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, കാണിച്ചു കേട്ടോ. കണ്ടില്ലേ, 2 ഗോളിമാർ വന്ന ലുക്ക് കല്യാണത്തിന് പോകുന്ന ലുക്കിലാണ് ഓല് ടർഫിലേക്ക് വന്ന്. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? ഇനി നമ്മളെ ചെക്കൻ്റെ അടുത്ത് ചായ കുടിച്ചിട്ട് കളിയിലേക്ക് വരാം. കാരണം കളി ഒന്ന് മുറുകാൻ പോകട്ടോ. കളി അങ്ങനെ സമാധാനത്തോടു കൂടി പോകുമ്പോഴാട്ടോ നമ്മളെ കപ്പിത്താൻ ഗോൾ അടിക്കുന്നത്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നാട്ടിലെ കളിക്ക് സമാധാനത്തോടു കൂടിയാണ് നടക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, കഥ ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളടിച്ച് കളി ഇങ്ങോട്ട് മുറുകാട്ടോ. ഇനിയാണ് ശരിക്കുള്ള യുദ്ധം വരുന്നത്. ഈ തോൽവിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നേരത്തെ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുള്ളത്. തോൽവി പരാജയത്തിന്റെ മുന്നോടിയല്ലേ ബാബു? എന്താ അറിയുന്നത്? ഇന്നത്തെ തോൽവിയാണ് നമ്മൾ കളിച്ചു തോറ്റതാ അല്ലേ? 1 ഗോളിനുള്ള വ്യത്യാസം ഇവിടെ ഉള്ളൂ. 1 ഗോളിൽ ബാഡ് ലക്ക് മാത്രല്ലേ. ബാറിന് കൊണ്ട ബോള് 4 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 13-14 ഇനി ഗോളില്ല. ഒറ്റ ഗോൾ ഇങ്ങനെ കാണിച്ചിട്ട് പ്രേക്ഷകർ അറിയോ ആരാ ജയിക്കല് കളി? സ്വന്തത്തൊക്കെ ഏട്ടന് വേണ്ടില്ല അനിയൻ ഗോൾ ഇട്ടു. എന്ത് ചെയ്യാനാണ്? ടീം ഇട്ടപ്പോ നമ്മൾ അറിഞ്ഞില്ല ടീം എന്താക്കണമെന്ന്. ഞാനും രാജനും മാത്രമേ മാറിയുള്ളൂ, ബാക്കിയൊക്കെ ഓല മാറ്റി. എത്രയാ ജയിച്ചത്? ടോട്ടൽ എത്ര സ്കോർ അറിയും? 13-14. വലിയ മാറ്റല്ല. തോൽവി വിജയത്തിന് മുന്നോടിയാണ്. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 കൂടുതലുണ്ടവനോടാവരുത്. ഇനി അടിയോട് അടിയാണ്. ശരാശരി ഓരോ നാട്ടിലെയും കളിന്റെ അവസ്ഥ എങ്ങനെയല്ലേ നോക്കി. അടിച്ച ഗോൾ അത്ര ഗോൾ കൂടി ബാട്ട പൊട്ടിട്ട് സ്റ്റോപ്പർ 2 കുണ്ടി, അനീസിന് 5 കുണ്ടി, 6 കുണ്ടി ഇങ്ങനെ നിരത്തി. അല്ല, അപ്പൊ സംഭവിച്ചു 4 ലീഡ് തോറ്റോ? അനീസിനെ കുണ്ടി ഇങ്ങനെ വെച്ചാൽ അത്യാവശ്യം ചന്തിയുള്ളവരൊക്കെ ടീമിൽ ഞാനും ഷെയ്ബാബു അല്ല, ഞാനും രാജനും മാത്രമേ പറഞ്ഞുള്ളൂ. വേറെ ആരാ ടീം ഇട്ട്? ഞങ്ങളേതാ ഇവിടെ 4 കാലം 3 കയ്യോടെ മലപ്പുറം അല്ല ഞങ്ങൾ ടോപ്പ് ടീമായിരുന്നു. ഫസ്റ്റ് ലീഡ് ഇല്ലായിരുന്നു.
പന്ത് പറഞ്ഞോ അനീസ് അങ്ങനല്ലേ അല്ലടാ പറഞ്ഞൊക്കെ ചെയ്തു കൂട്ടിന് പുറത്തിറങ്ങി പരിപാടിക്ക് ബാബു ഞാൻ അങ്ങോട്ട് കളി തോറ്റിക്കോ ക്രിസ്ത്യാനോ മെസ്സി ഒക്കെ തോറ്റിക്ക് എല്ലാം അരമണിക്കൂർ ബാബു നീ തോറ്റിക്കോ ഓനാ തോറ്റി നാളെ രാത്രി വെക്കിങ്ങള് എടാ എത്ര കുളിപ്പ് ഡയറി ഉണ്ടെങ്കിൽ നാളെ രാത്രി പേടിയാ നാളെ മന്തി എന്നാ പിന്നെ അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ബൈ.